ഉള്ളിലുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ഫോട്ടോഗ്രാഫി പാടില്ല. അതുകൊണ്ട് തന്നെ ആ വീഡിയോസ് ഒന്നും ഇല്ല ഗൈസ്. പിന്നെ വേഗം തൊഴുതിറങ്ങിയിട്ട് നമ്മൾ പയർ നിന്നാൻ പോയി. നല്ല മമ്പയറും തേങ്ങയും ചായയും. അവിടുത്തെ ചായ, അവിടെ നിന്ന് കിട്ടുന്ന ഈ പയറിനും ചായക്കും ഉള്ള ടേസ്റ്റ് ഇല്ലേ, നമ്മുടെ വീട്ടിൽ വന്ന് എത്ര ചായ കാച്ചി കുടിച്ചാലും ആ ടേസ്റ്റ് കിട്ടൂല. വെള്ളം പോലത്തെ ചായ ആയിരിക്കും, പക്ഷെ അതിനൊരു ഒടുക്കത്തെ ടേസ്റ്റാണ് ഗൈസ്. ഒരു പിടി പയറും വയലിട്ട് ലക്ഷ ചായയും കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ ഗൈസ്, എനിക്ക് ഇപ്പോഴും അത് വേണം തോന്നുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആടെ ഇവിടെയെല്ലാം കുറച്ച് സമയം നടന്ന് കളിച്ച് ഗൈസ് നമ്മൾ ചോറുണ്ണാൻ പോയി. എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ ഇത്രയും ചെറിയ ക്യൂവിൽ പറശ്ശിനിയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. കാരണം എപ്പോൾ പോയാലും അവിടെ വലിയ വമ്പം ക്യൂ ആയിരിക്കും. പിന്നെ ഫുഡ് എൻ്റെ പൊന്നെ എനിക്കൊന്നും പറയാനില്ല. പൊതുവേ എനിക്ക് ഈ അമ്പലത്തിലെ ഫുഡ് ഒടുക്കത്തെ ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. അതിപ്പോൾ എന്തെന്നായാലും ഞാൻ തിന്നും. വീട്ടിലാണെങ്കിൽ ഞാൻ തൊട്ട് വെക്കാത്ത സാധനം വരെ അമ്പലത്തിൽ പോയാൽ എൻ്റെ കുമ്പേ കയറും കേസ്. അപ്പം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാമ്പാറും ചോറും ആയാൽ പിന്നെ പറയണ പ്ലേറ്റ് അങ്ങ് തുടച്ച് പഠിച്ച് തിന്ന് ഗൈസ്. ഇപ്പോഴും എനിക്ക് വായിൽ വെള്ളം വരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഏച്ചി പിള്ളേർക്ക് കളിപ്പാട്ടം വാങ്ങാൻ പോയി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗൈസ് ഈ സാധനം കാണുന്നത്. ഓർബീസ് നിറച്ചിട്ടൊരു ബൗള്. ഇതിങ്ങനെ ഞെക്കുമ്പോൾ ഓർബീസ് ഇങ്ങനെ പുറത്ത് വരും. സ്ട്രെസ് ഫ്രീ ആയിട്ട്. പിന്നെ ഒരു പീടി ഉറങ്ങേണ്ട കമ്മൽ വീട്ടിലുണ്ട്, എന്നാൽ ഈ കമ്മൽ കണ്ട ഒരു മിനിറ്റ് ഞാൻ അടന്നു. പിന്നെ ഇനിയും വീട്ടിലേക്ക് കമ്മൽ മേടിച്ചാൽ ചിലപ്പോൾ അമ്മ പുറത്താക്കും. അതുകൊണ്ട് പിന്നെ കമ്മൽ അങ്ങ് ഉപേക്ഷിച്ചു. നമ്മളൊരു ഡസൻ കുപ്പിയോളെ അങ്ങ് വാങ്ങി. പിന്നെ ആടെ നിന്ന് ഇറങ്ങിയിട്ട് വേഗം ബോട്ട് പോകാൻ ടിക്കറ്റും എടുത്ത് നമ്മൾ ബോട്ട് കയറി. ഞാൻ എൻ്റെ ജീവിതത്തിൽ 2ാമത്തെ പ്രാവശ്യമാണ് ബോട്ട് കയറുന്നത്. പൊതുവേ ഈ പുഴയിലെ വെള്ളമോ കായലിലെ വെള്ളമോ കണ്ടാൽ പേടിയാണ് കേസ് എനിക്ക്. കാരണം എനിക്ക് നീന്താൻ അറിയൂല. ബോട്ട് കയറുകയാണെങ്കിൽ ഈ പുറത്ത് ഇവിടെ നിന്നിട്ട് വേണം ആസ്വദിക്കാൻ കേസ്. എന്ത് രസമാണെന്നറിയോ, നല്ല പറ്റിയ ക്ലൈമറ്റും ഇവിടുന്ന് ആ മുത്തപ്പൻ്റെ കാവും പിന്നെ ആ പുഴയും. പക്ഷെ ഈ പുഴ ഇങ്ങനെ ഒഴുകുന്നത് കാണുമ്പോൾ നല്ല പേടിയാവുമെങ്കിലും നമ്മൾ അനങ്ങാണ്ട് അവിടെ നിന്നാൽ മതി, ബുഗൊന്നുമില്ല. അങ്ങനെ കുറച്ച്